പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും കോൺഗ്രസ്സുകാർ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ബീഹാറിൽ ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുക. ഇന്ന് ആ ബന്ദ് ആരംഭിച്ചു രാവിലെ. എങ്ങനെയുണ്ട് ബീഹാറിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണ്? ഈ ബന്ദ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അത് BJP തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ഇത് ഇത്രത്തോളം വലിയ രീതിയിലുള്ള നരേന്ദ്രമോദി തന്നെ ഇതിൽ നേരിട്ട് പ്രതികരിക്കുകയും അതിനനുസരിച്ചുള്ള വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും നടത്തുകയും ചെയ്തത്. ഈ പ്രതിഷേധത്തിന്, ഈ ബന്ദിന് ഒരു പ്രത്യേകത ഉണ്ട്. പൂർണ്ണമായി തന്നെ വനിതകൾ നയിക്കുന്ന ഒരു ബന്ദാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു ബന്ദ് ഉണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പൂർണ്ണമായും തന്നെ ഈ സമരങ്ങൾ മുഴുവൻ നയിക്കാൻ പോകുന്ന സ്ത്രീകളാണ്. അവരാണ് ഈ തെരുവുകളിൽ ഇറങ്ങി പ്രതിഷേധ പ്രകടനം നടത്തുന്നതും അതോടൊപ്പം തന്നെ മോദിക്ക് അനുകൂലമായി സംസാരിക്കുകയും മോദിയുടെ അമ്മയ്ക്ക് അനുകൂലമായി സംസാരിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് എത്തുകയും പിന്നീട് കണ്ടത് വലിയ റാലികളായിരുന്നു. അതിൽ നിന്നും ഉണ്ടാക്കിയ ഊർജം മുഴുവൻ തകർത്തിരിക്കുകയാണ് എന്തായാലും ആ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ. ആ കോൺഗ്രസ് പ്രവർത്തകൻ ഇത്തരത്തിൽ മോദിയുടെ അമ്മയ്ക്കെതിരെ വലിയ പരാമർശം നടത്തി. പക്ഷേ ഇതിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും മാപ്പ് പറഞ്ഞ് പിന്നോട്ട് പോകാമായിരുന്നു. ഈ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നടത്തുന്ന മൗനമാണ് ഇപ്പോൾ അവിടുത്തെ മൗനമാണ് എന്തായാലും അവിടുത്തെ ഇന്ത്യ മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കോൺഗ്രസും RJDയും പറയുന്നത് എന്താണ്? ഞങ്ങളുടെ അമ്മയും, തേജസ്വി യാദവ് പറയുന്ന എന്റെ അമ്മയെ സഹോദരിയെയും BJPക്കാർ അപമാനിച്ചു, JDUക്കാർ അപമാനിച്ചു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പറയുന്നത് സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയുടെ അമ്മയെ അപമാനിച്ചു. അങ്ങനെ അവർ അപമാനിച്ചെങ്കിൽ ഇവർ തിരിച്ച് അപമാനിക്കുമോ? അങ്ങനെയല്ലല്ലോ സംസ്കാരം. ഒരു ഭാഗത്ത് തെറ്റുപറ്റുകയാണെങ്കിൽ അത് തിരുത്തി മുന്നേറുമ്പോഴല്ലേ ജനങ്ങൾ അംഗീകരിക്കും. അതേ സോണിയാഗാന്ധിയെ അപമാനിച്ചെങ്കിൽ മോദിയുടെ അമ്മയെ അപമാനിക്കണമെന്നുണ്ട്. അത് ജനങ്ങൾ പകരത്തിന് പകരം ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയാകാൻ പോകുന്നത് എന്തായാലും കോൺഗ്രസിനാണ്. അത് മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഇതിന്റെ തുടക്കം തന്നെ സോണിയാഗാന്ധിയിൽ നിന്നാണല്ലോ. മോദിയെ മരണത്തിന്റെ വ്യാപാരി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത്? വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടാകുന്നത്. അതെ, പിന്നീട് നാം കണ്ടത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചായ അടിക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണ്ടെന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞപ്പോൾ അതിനെ പിൻവലിക്കാതെ മണിശങ്കർ അയ്യറിന് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ആ തെരഞ്ഞെടുപ്പിൽ കണ്ടു മോദി അത് തന്ത്രപൂർവമായി ചായ പർ ചർച്ചയാക്കി മാറ്റി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അതിലൂടെ വലിയ ചരിത്ര വിജയമാണ്. 30 വർഷത്തിന് ശേഷം ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്ന ഒരു തരത്തിലേക്ക് BJP എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമാണ് ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. ബീഹാറിൽ എല്ലാ പാർട്ടികളും, ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി രംഗത്ത് വന്നപ്പോൾ എന്തായാലും ഇത്തരം ഒരു പ്രതിഷേധത്തിലൂടെ അതിനെ തരണം ചെയ്യാൻ എന്തായാലും BJPക്കും JDUവിനും കഴിയുന്നുണ്ട്. കൃത്യമായി തന്നെ JDUവിന്റെയും അതോടൊപ്പം തന്നെ BJP പ്രവർത്തകർ ഒറ്റക്കെട്ടായാണ് തെരുവിൽ ഇറങ്ങുന്നത്. അത് കോൺഗ്രസും BJPയും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ തേജസ്വി യാദവിനെ കഴിഞ്ഞ തവണ 2020 തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവിനായിരുന്നു ആ കസേരയിൽ ഇരിക്കാൻ ഏറ്റവും അർഹൻ. അവിടുത്തെ അത് ഒറ്റ കക്ഷിയാണ്. അവിടെ RJD ആ ബീഹാറിലെ ഒറ്റ കക്ഷിയായി മാറുകയും കൃത്യമായി പ്രവർത്തിച്ച് പ്രചരണം നടത്തി അദ്ദേഹം കഷ്ടപ്പെട്ട് പാർട്ടി ആ ഒരു സംഘടനയിലൂടെ അധികാരത്തിൽ എത്തുന്ന ഘട്ടത്തിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും അവിടെ അവതരിച്ച് എനിക്ക് 70 സീറ്റ് വേണമെന്ന് വാശി പിടിച്ച് വാങ്ങുകയും 70 സീറ്റിനെ വാങ്ങിയ ശേഷം അദ്ദേഹം 19 സീറ്റിലേക്ക് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറിച്ച് CPML നോക്കൂ, ഒരു ഇടത് പാർട്ടികൾ നോക്കൂ, 20 സീറ്റ് എന്തോണം അവർക്ക് എല്ലാവർക്കും കൂടി കൊടുത്തത്. അതിൽ പകുതിയിലധികം സീറ്റുകൾ വിജയിക്കാൻ ഈ CPML, CPI അടക്കമുള്ള പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഈ അധികാര കസേര രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തട്ടിമാറ്റിയെങ്കിൽ വീണ്ടും കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവിടെ ഇദ്ദേഹം 5 വർഷം കൊണ്ട് ഇവിടെ കൃത്യമായി പ്രവർത്തിച്ച് അധികാര കസേരയ്ക്ക് സമീപം എത്തിയപ്പോഴാണ് രാഹുലും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഈ പണി നൽകിയിരിക്കുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധമാണ്. എന്തായാലും BJP ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മുതലെടുക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി വേഗത്തിൽ പ്രതികരിക്കുകയും ബീഹാറിലെ അമ്മമാർ ഇതിനെതിരെ തിരിച്ചടി നൽകുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. BJPക്ക് ഇത് വലിയ നിർണായകമായ ഒരു ഇലക്ഷനാണ്. നാം മഹാരാഷ്ട്ര നോക്കിയാലും ഹരിയാന നോക്കിയാലും ഡൽഹി നോക്കിയാലും ഈ പ്രാധാന്യമില്ല.
കാരണം ഇത് കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദിയും ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് നിതീഷ് കുമാറിന്റെ പിന്തുണയോടെ ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവം നമുക്ക് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹം മറുകണ്ഠം ചാടും. ഈ 10 വർഷത്തിനിടെ അദ്ദേഹം 2 തവണ മറുകണ്ഠം ചാടിയിട്ടുണ്ട്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയതിന് പിന്നാലെ അദ്ദേഹം മറുകണ്ഠം ചാടുകയാണ് ഉണ്ടായത്. പിന്നീട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം വീണ്ടും ഇങ്ങോട്ട് ചാടി, എന്നിട്ട് വീണ്ടും അങ്ങോട്ട് ചാടി, എന്നിട്ട് വീണ്ടും തിരിച്ചു ചാടിയിരിക്കുകയാണ്. അങ്ങനെ ഓരോ രാത്രി കൊണ്ട് അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഇന്ത്യ മുന്നണിയെ രൂപീകരിക്കാൻ മുൻകൈ എടുത്തത് ആ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത് നിതീഷ് കുമാർ ആയിരുന്നു. പിന്നീട് ഈ ഇന്ത്യ മുന്നണി രൂപീകരിച്ച ശേഷം ആദ്യം പുറത്തിറങ്ങിയത് ഇദ്ദേഹമാണ്. അപ്പോൾ കോൺഗ്രസ് തന്നെ ഞെട്ടിപ്പോയി. കാരണം കോൺഗ്രസിനെയും ഇടത് പാർട്ടികളെയും AAP ഉൾപ്പെടെയുള്ള പാർട്ടികളെ യോജിപ്പിച്ചത് നിതീഷ് കുമാർ ഡൽഹിയിലെത്തി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇന്ത്യ മുന്നണി രൂപീകരിച്ച ശേഷം ഒരു വീടുണ്ടാക്കി താക്കോലും ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോവുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നാം ചൈനയെ കുറിച്ച് സംസാരിക്കുമല്ലോ, മറ്റൊരു ചൈനീസ് ക്യാരക്ടറാണ് നിതീഷിനും ഉള്ളത്. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം മറുകണ്ഠം ചാടാം, ഒരു രാത്രി കൊണ്ട് മടങ്ങി വരാം. അങ്ങനെയുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായി ഇരിക്കണമെന്നത് BJPയുടെ ആവശ്യമാണ്. ഇന്ന് JDUവിന് ഇപ്പോൾ ആ പാർട്ടി ഓരോ ദിവസവും കഴിയും തോറും, ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും വലിയ രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടിത്തറ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ തിരഞ്ഞെടുപ്പിൽ അവരുടെ സീറ്റ് എണ്ണം പരിശോധിച്ചാൽ നമുക്കറിയാം പിന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായ ആ പാർട്ടിയേക്കാൾ ആഗ്രഹിക്കുന്നത് നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന BJPയാണ്. അതിനുവേണ്ടിയുള്ള കൃത്യമായി തന്നെ പ്രവർത്തനങ്ങൾ അവിടെ BJP നടത്തുന്നുണ്ട്. ഒരു 6-7 മാസം മുൻപ് തന്നെ അവിടുത്തെ മുതിർന്ന BJP നേതാവിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദിയുടെ ആദ്യ റാലി നടന്നത് ബീഹാറിലാണ്. അവിടെയായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ. ആദ്യം ഒരു സർക്കാർ പരിപാടി നടന്നു, പിന്നീടാണ് അദ്ദേഹം റാലികൾ തുടർച്ചയായി തന്നെ അദ്ദേഹം റാലികളിൽ പങ്കെടുക്കുകയും ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചെല്ലാം വ്യക്തമായി സംസാരിക്കുകയും ചെയ്തതും ഈ പാകിസ്ഥാന്റെ ആക്രമണത്തിനെ കുറിച്ച് വ്യക്തമായി സംസാരിക്കുകയും ചെയ്ത ബീഹാറിലാണ്. അത് എന്തുകൊണ്ട് ബീഹാർ തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ബീഹാറിന്റെ സംസ്ഥാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ ഹരിയാനയിലോ ഈ പ്രശ്നമില്ല. അവിടെയെല്ലാം BJPക്ക് കൃത്യമായി ഒരു പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് കേന്ദ്ര ഭരണത്തെ ബാധിക്കും. TDPയുമായി ബന്ധപ്പെട്ട്, ആന്ധ്രയുമായി ബന്ധപ്പെട്ട് ഈ പ്രതിസന്ധി ഇല്ല. കാരണം ചന്ദ്രബാബു നായിഡു ഇനി അവിടെ ലക്ഷ്യങ്ങളില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. 5 വർഷം കഴിയുമ്പോഴേക്കും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അദ്ദേഹം ഇപ്പോൾ മറുകണ്ഠം ചാടേണ്ട ആവശ്യകതയില്ല. കാരണം അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ്? അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നു, കേന്ദ്രത്തിന് പിന്തുണ നൽകി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. പക്ഷെ നിതീഷ് കുമാറിന് ഈ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് BJPക്കും അത് കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് എന്തായാലും BJP തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രവിശങ്കർ പ്രസാദിനെ മാസങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏൽപ്പിക്കുക. അദ്ദേഹം കൃത്യമായി തന്നെ അവിടെ ബൂത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു, മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഈ ഐക്യം ഉണ്ടാക്കാൻ, ആ ഐക്യമാണ് നാം ഇന്ന് ബന്ദിന്റെ രൂപത്തിൽ അവിടെ കാണുന്നത്. വനിതകൾ നയിക്കുന്ന ബന്ദിൽ 2 പ്രവർത്തകർ NDAയിൽ ഉൾപ്പെടുന്ന BJPയുടെ JDUവിന്റെയും പ്രവർത്തകർ ഒരുമിച്ചാണ് അവിടെ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി വീണ്ടും തേജസ്വി യാദവിന്റെ കസേരയെ തട്ടിമറിച്ചിട്ടിരിക്കുകയാണ്.